നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ശേഷാൽ നമ്മുടെ നടുവിലായിരിക്കുന്ന മാസ്റ്റർ റിജി മാത്യു ഒരിക്കൽ കൂടി കഴിഞ്ഞ I think almost 3 years back, Pastor came to this land and he came to our church. That day he ministered here and we were sharing, like, at that time there was no stage at that time. We were not using the stage. നമ്മൾ താഴെയായിരുന്നു സ്തോത്രം. And now the church has grown and so the systems, everything is new here. And we welcome you, Pastor, to this Sunday worship. Hallelujah. Priya Kathadasan. There is no need of any introduction to him. Praise God. He is used by God around the world, around the globe, and he has a busy schedule. But I thank God for having him today in our midst. And if you submit yourself prayerfully, definitely the Lord will speak to us today. But bear with me, those who doesn't know Malayalam, please, maybe I can translate you after the worship. Praise Lord. So please bear with me. Translation illa, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ. കർത്താവിൻ്റെ ദാസനെ കരമടിച്ച് സ്വീകരിച്ചാലും കർത്താവിൻ്റെ ദാസനെ ഹല്ലേലൂയ. നിങ്ങളോട് ഒരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് സാനു പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവസഭയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ദൈവം നിർത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ചർച്ചിൻ്റെ വളർച്ചയും ഇതിൻ്റെ വർധനവും ഒക്കെ കാണുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ സഭയിൽ കർത്താവിൻ്റെ ദാസനോടൊപ്പം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ, മറ്റ് പ്രിയപ്പെട്ടവർ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദയവായിട്ട് അധരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. എല്ലാവരും ചേർന്ന് അധരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. പറ്റുമെങ്കിൽ 1-2 മിനിറ്റുകൾ എല്ലാവരും ദൈവസന്നതിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. എന്നേശുവല്ല ഇല്ലേനിക്കോ രാശ്രയം ഭൂവിൽ. ഒരിക്കൽ കൂടെ. എന്നേശുവല്ല ഇല്ലേനിക്കോ രാശ്രയം മാർവിലല്ല ഇല്ലേനിക്കു വിശ്രമം വേറെ. കരമുയർത്തി ഒരുമിച്ച് പഠിക്കാൻ. രക്ഷക എൻ രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എൻ യേശു മാത്രം. എൻ യേശു മതി. പഠിക്കാൻ. രക്ഷക എൻ രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എൻ യേശു മാത്രം. എൻ യേശു മാത്രം മതി. ഒരിക്കൽ കൂടെ. എൻ രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ല
തുറന്ന് പാടിക്കേ. യേശു ഉച്ചത്തിൽ പാടിക്കേ. യേശുവാരിലും വലിയ അഭിഷേകത്തിൽ ഒരുമിച്ച് പാടിക്കേ. യേശു 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 യേശുവാരിലും യേശുവാരിലും മതിയായി നിയോഗത്തോടെ പാടിക്കേ. യേശു 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 യേശുവാരിലും പരിശുദ്ധാത്മാവേ യേശു യേശു യേശുവാരിലും മതിയായവൻ യേശുവാരിലും മതിയായവൻ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന്റെ സ്തോത്രം. ആത്മമണ്ഡലത്തെ ഇന്ന് പകലിൽ അങ്ങ് തുറക്കണമേ. ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. അവിടുത്തെ വചനത്തിന്റെ ശക്തി തീവ്രതയോടെ, കരുത്തോടെ, മഹത്വത്തോടെ ഞങ്ങളുടെ നടുവിൽ ചലിക്കണമേ. ഈ ജനം വചനത്താലും ആത്മാവിനാലും ഇന്ന് പകലിൽ സ്പർശിക്കപ്പെടട്ടെ. വലിയ ഒരു ചലനത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകണം. തിരിച്ചറിവുകൾ, ബോധ്യങ്ങൾ എല്ലാം അവിടുന്ന് പകർന്നു തരണമേ. സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമാകട്ടെ. കർത്താവ് ഇറങ്ങി വരും യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അടുത്തത് മതി. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആമുഖങ്ങളിലേക്കൊന്നും ഇന്ന് പകലിൽ വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെങ്കിൽ നമുക്ക് സമയം ലഭിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ ആളത്വം, നിത്യത്വം, വ്യക്തിത്വം, ഈ 3 വിഷയങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. മത്തായിൽ നിന്ന്, മർക്കോസിൽ നിന്ന്, ലൂക്കോസിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അതുതന്നെയാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളെ പൊതുവിൽ വിളിക്കുന്ന പേര് സമാന്തര സുവിശേഷങ്ങൾ എന്നാണ്, അഥവാ സിനോപ്റ്റിക് ഗോസ്പെൽസ്. അതിൻ്റെ രചനാശൈലി, വിഷയക്രമങ്ങൾ, അവതരണ രീതി ഇതെല്ലാം സമാന്തരങ്ങളാണ്. അതുകൊണ്ടാണ് അവയെ സിനോപ്റ്റിക്സ് എന്ന് പൊതുവെ വിളിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യത്യസ്തമാണ്. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലിക്ക് പ്രാധാന്യത നൽകിയില്ല. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് പ്രാധാന്യത നൽകിയില്ല. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് വലിയ പ്രാധാന്യത നൽകിയില്ല. പക്ഷേ മത്തായി വിട്ടുപോയത്, ലൂക്കോസ് വിട്ടുപോയത്, മർക്കോസ് വിട്ടുപോയത് പലതും യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പല അധ്യായങ്ങളുടെ ഒരു പരാമർശങ്ങൾ പോലും ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. വളരെ സൂക്ഷ്മത പുലർത്തി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അടിവരയിട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ രചന ആരംഭിക്കുന്നത് തന്നെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒറ്റ വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. വചനത്തിൻ്റെ നിത്യത്വം, വ്യക്തിത്വം, ദൈവത്വം. അപ്പം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുക എന്ന ഉദ്ദേശത്തിലാണ് യോഹന്നാൻ അതെല്ലാം പറഞ്ഞിട്ടുള്ളത്. 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവത്തോട് ഇക്വാളിറ്റി ഉള്ളവനായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വാക്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. അതാണ് അതിൻ്റെ അവസാനത്തെ പദം. തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. ഇക്വാലിറ്റിയാണ് അവിടുത്തെ വിഷയം. ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആ രചന
മുൻപോട്ട് പോകുന്നത്. അതിൽ 3-ാം അധ്യായം എന്ന് പറയുന്നത് നമുക്കറിയാം നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണമാണ്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശമരിയ സ്ത്രീയുമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ ലോക ചരിത്രത്തിൽ ആരാധനയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണത്തിലേക്ക് കർത്താവ് വരികയാണ്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആ സത്യ നമസ്കാരികൾ, ആ നമസ്കാരി എന്നൊക്കെയുള്ള മലയാള പദമുണ്ടല്ലോ, മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്താൻ വെള്ളക്കാരെ സഹായിച്ച ഒരു മനുഷ്യനുണ്ട്, ചാത്തുമേനോൻ. അദ്ദേഹത്തിൻ്റെ ഭാഷാ പാണ്ഡിത്യത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതിയിലുമൊക്കെ വന്ന പദമാണ് ഈ നമസ്കാരി എന്ന് പറയുന്ന പദം. സത്യത്തിൽ അതിന് KJV പരിഭാഷ അനുസരിച്ചാണെങ്കിൽ സത്യ ആരാധനക്കാരൻ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ എഴുതിയിരിക്കുന്നത് ട്രൂ വോർഷിപ്പർ, ട്രൂ വോർഷിപ്പേഴ്സ്, സത്യ ആരാധനക്കാർ. അപ്പോൾ അവിടെ ആ നമസ്കാരി എന്നുള്ള പദം അങ്ങ് മാറ്റിവെക്കുക. KJVക്കകത്ത് എന്താണോ എഴുതിയിട്ടുള്ളത് അത് തന്നെ നമ്മൾ പറയാൻ പോവുകയാണ്. സത്യ ആരാധനക്കാർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. എല്ലാവരും കൂടെ ഒന്ന് പറയാമോ? ആരാധന. ഉച്ചത്തിൽ പറഞ്ഞേ, ആരാധന. ഈ വോർഷിപ്പ് എന്നുള്ളതിനെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം പ്രോസ്കുനിയോ എന്നാണ്. എല്ലാവരും കൂടെ ഒന്ന് പറയാമോ? പ്രോസ്കുനിയോ. ഈ പ്രോസ്കുനിയോ എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മളൊന്ന് പഠനവിധേയമാക്കിയാൽ ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. ഈ പ്രോസ്കുനിയോ എന്ന് പറയുമ്പോൾ പ്രഥമ അർത്ഥം ആരാധന എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ അർത്ഥം വണങ്ങുക എന്നാണ്. വണങ്ങുക. നിങ്ങൾ ഈ വണങ്ങുക എന്ന് പറയുന്ന പദം പരിചയം ഉണ്ടാകും. അതെപ്പോഴാണെന്നറിയാമോ? ഈ നയമാൻ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യമായി തിരിച്ചു പോകാൻ നേരത്ത് അദ്ദേഹം പറയുന്നുണ്ട്, രാജാവ് എൻ്റെ കയ്യിൽ വീണ് വണങ്ങുമ്പോൾ ഞാനും അറിയാതെ കുനിഞ്ഞു പോകുന്നു. റിമ്മോന്റെ ക്ഷേത്രത്തിൽ അവിടെ വണങ്ങുക എന്ന് പറയുന്നതും പ്രോസ്കുനിയോ ആണ്, വോർഷിപ്പാണ്. ഇനിയും ഈ പ്രോസ്കുനിയോയുടെ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം, അത് മൂന്നാമത്തെ അർത്ഥമാണ്. അഗാധമായ ആദരവ് നിമിത്തം മുട്ട് തറയിൽ കുത്തി നെറ്റി തറയിൽ തൊടത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ മുൻപാകെ വണങ്ങുന്നതാണ് പ്രോസ്കുനിയോ എന്ന് പറയുന്നത്. അതിൽ ഈ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമ്മളിൽ നിന്നൊക്കെ അന്യമായിട്ട് എത്രയോ കാലങ്ങളായി. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയൊക്കെ കാണണമെങ്കിൽ ഇന്ന് വല്ല കത്തോലിക്ക പള്ളി വല്ലതും ചെല്ലണം. 3 മണിക്കൂർ മുട്ടുകുത്തി നിൽക്കണമെങ്കിൽ 3 മണിക്കൂറും അവർ മുട്ടുകുത്തി നിൽക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പല പുള്ളികൾക്ക് മുട്ടില്ല. പിന്നെ ഇവിടെയെല്ലാം മിക്കവാറും ഇരിക്കുന്നത് ഒരു 40 ബിലോ ആയതുകൊണ്ട് മുട്ടിന് വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല. പോകെ പോകെ പ്രശ്നമാകും. ആകുന്നതിന് മുമ്പ് മുട്ടുകുത്തി നിൽക്കുന്നതാണ് നല്ലത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയാം. ബൈബിളിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ, അസാധാരണ ദൈവപ്രവർത്തികളെ കൊണ്ടുവന്ന പ്രാർത്ഥനകളെല്ലാം മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനകളായിരുന്നു. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയുടെ ഒരു വലിയ ലിസ്റ്റ് ഞാനങ്ങ് നിരത്തി വെക്കാം. പഴയനിയമത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ, പഴയനിയമത്തിൽ ഷെക്കേന ഇറങ്ങിയ ഒരാരാധന ഉണ്ടല്ലോ, ഗ്ലോറി ഇറങ്ങിയ ആരാധന. ആ ആരാധനയിൽ ശലോമോൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചെന്നാണ് അവിടെ പറയുന്നത്. ഈ ആകാശത്തുനിന്ന് തീ ഇറങ്ങിയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ ഏലിയാവ് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ ഈ സിംഹക്കുഴിയിൽ ഇറങ്ങി സിംഹത്തിൻ്റെ വായടച്ച കാര്യം പറയുമല്ലോ, അവിടെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ വായിക്കണം. പതിവ് പോലെ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പ്രാർത്ഥന മുട്ടുകുത്തി നിന്ന്, വെറുതെ അല്ല സിംഹത്തിൻ്റെ വായടച്ചത്. നമ്മൾ സിംഹത്തിൻ്റെ വായടയ്ക്കാൻ ഇവിടെ ബത്സനയും ശാസനയും ഒക്കെയാ. വായിലെ വെപ്പ് വല്ല തെറിച്ചു പോകുമെന്നല്ലാതെ സിംഹത്തിൻ്റെ വായ അടയത്തില്ല. അടയണമെങ്കിൽ മുട്ടിലിറങ്ങി നിൽക്കണം. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. പഴയ നിയമത്തിലെ പല ലിസ്റ്റുകളും ഇനിയും പറയാനായിട്ടുണ്ട്. ഞാനത് അവിടെ നിർത്തുക. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പത്രോസ് ഈ തബീഥയെ എഴുന്നേൽപ്പിച്ചില്ലേ? തബീഥയെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന വായിക്കുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു, തബീഥയെ എഴുന്നേൽക്ക
എന്ന് പറഞ്ഞു. അവിടെയാണ് തബീഥ എഴുന്നേൽക്കുന്നത്. പൗലോസ് ലീഗ മുട്ടുകുത്തിയതായി 3 ഇടത്തെങ്കിലും പരാമർശമുണ്ട്. അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും മുട്ടുകുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പൗലോസ് മുട്ടുകുത്തി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി വളരെ വ്യത്യസ്തമായിരുന്നു. പൗലോസിൻ്റെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കുക, എവിടെ വായിച്ചു? ഞങ്ങളാരും വായിച്ചിട്ടില്ലല്ലോ. അതെൻ്റെ കുറ്റമല്ല. വായിക്കണമെങ്കിൽ പുസ്തകങ്ങളുടെ പേര് പറയാം. നിങ്ങൾ ഈ അയർലൻഡിലൊക്കെ ഉള്ളവരായതുകൊണ്ടും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ടും ഞാൻ പറയാം, നിങ്ങൾ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ തിയോളജിക്കൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. അതിൻ്റെ 79-ാമത്തെ വോളിയത്തിൻ്റെ 129-ാമത്തെ പേജിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒനേസിഫോരസിനെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മലയാളം വായിക്കുന്നവനാണെങ്കിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ പൗലോസിൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും അല്പം കൂടെ വേണമെങ്കിൽ ജി സുശീലൻ സാറിൻ്റെ ബൈബിൾ ശബ്ദസാഗരം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പൗലോസ് എന്ന് പറയുന്ന തലക്കെട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പറയപ്പെട്ട വസ്തുതകളുടെ വെളിച്ചത്തിൽ പിന്നെ എണ്ണമറ്റ സ്റ്റഡി ബൈബിളുകൾ, മറ്റ് കമൻട്രികൾ, അതൊന്നും പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യം പറഞ്ഞു. അപ്പം ഞാൻ കണ്ടതല്ല, വായിച്ചതാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെവിടെ കിട്ടി? പുതിയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക, ഒന്നുമല്ല, ഞാൻ വായിച്ചത് കണ്ടത് പറയുക. ഇനി ഇതിൽ കൂടുതൽ റെഫറൻസ് പറയുകയാണെങ്കിൽ പിന്നെ വന്ന് എന്നെ കണ്ടാൽ അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത് പൗലോസിൻ്റെ ഈ ഐബ്രോസ് തമ്മിൽ കൂടി ചേർന്നതായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും പുറത്തോട്ട് വളഞ്ഞതായിരുന്നെന്നുമാണ്. അത് ചെറുപ്പം മുതൽ അങ്ങനെ വളഞ്ഞതായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചമാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു പ്രായം കഴിയുമ്പോൾ മുട്ട് രണ്ടും പുറത്തോട്ട് വളയും, കണ്ടിട്ടില്ലേ? അത് എന്താ മെഡിക്കൽ കണ്ടീഷൻ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ മുട്ട് പുറത്തോട്ട് വളയുന്നത് പോലെ പൗലോസിൻ്റെ മുട്ടുകൾ രണ്ടും വളഞ്ഞതായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പൗലോസ് മുട്ടുകുത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എന്തുമാത്രം അലസരാകാമോ അല്ലേ? സ്തോത്രം. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് വലത്തോട്ട് കൈ കൊണ്ടുപോയിട്ട് ആ ചെയറയിലോട്ട് ഒരു ഞെക്കി കാല് നീട്ടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നതൊക്കെ കണ്ട അച്ഛൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതാ ഭംഗി. ഒരു കാര്യവും ഇല്ല പ്രാർത്ഥിച്ചിട്ട്. സ്തോത്രം. ഈ എഴുന്നേറ്റിരിക്കാൻ മേലാത്ത സ്ഥിതിയിൽ കിടന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇരിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. രാമൻ പറഞ്ഞേട്ടാ, അത് റെസ്പെക്റ്റാ. അപ്പൊ അപ്പോസ്തലൻ മുട്ടുകുത്തി നിന്നാ പ്രാർത്ഥിച്ചത്. അത്ര മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എല്ലാം പറയുന്നതിൻ്റെ ഒടുവിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുട്ടുകുത്തി എന്നാ പ്രാർത്ഥിച്ചത്. അത് ഗെത്സമനിലെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അവരെ വിട്ടു മുൻപോട്ട് ചെന്ന് മുട്ടുകുത്തി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനാണ് റിസൾട്ട് കൂടുതൽ. ഓ രാമേൻ പറ. ഞങ്ങളൊക്കെയാണ് മുട്ടുകുത്തി നിൽക്കാൻ നല്ല മുട്ടുകുത്തിയാൽ വേദന ഉണ്ടാകാത്ത ടൈപ്പ് മാറ്റൊക്കെ മേടിച്ചിട്ടിരിക്കുക മുട്ടുകുത്തി നിൽക്കാൻ. കേൾക്കുന്നുണ്ടോ? രാമൻ പറഞ്ഞു നല്ലതാ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഓക്കെ. അപ്പം ഈ വോഷിപ്പ് എന്ന് പറയുന്ന പ്രോസ്കുനിയോ അഗാധമായ ആദരവ് നിമിത്തം മുട്ടുകുത്തി നെറ്റി കൊണ്ട് നിലം തൊടുന്നതാണ് പ്രോസ്കുനിയോ. മറ്റൊന്ന് ബഹുമാനാർത്ഥം ദൈവത്തിൻ്റെ മുൻപാകെ വീണ് കിടന്ന് ആരാധിക്കുന്നതാണ് പ്രോസ്കുനിയോ. നമ്മൾ കണ്ണുപോലും അടയ്ക്കാതെ നിന്നുകൊണ്ട് പറയും, വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ. കണ്ണടച്ചിട്ട് പോലും ഇല്ല. അന്നേരം നമ്മൾ പാടുന്നത്. ഈ മലയാളി പെന്തക്കോസ്തുകാരുടെ ഒരു പ്രത്യേകത, നമ്മൾ കള്ളം പറയത്തില്ല, നല്ല സുന്ദരമായിട്ട് കള്ളം പാടും. കൈ വെക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ കള്ളം പറയത്തില്ല, പക്ഷെ കള്ളം പാടും. എത്ര പാട്ട് വേണം ഞാൻ പറഞ്ഞു തരാം, സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം വീണ് ആരാധിക്കുക.
ഈ ബൈബിൾ ചരിത്രത്തിൽ വീണാരാധിക്കുന്നത് ഒരു തുടർച്ചയായിരുന്നു. വിശേഷിച്ച് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ ദൂതന്മാർ മുഴുവൻ വീണാണ് ആരാധിച്ചത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വാക്യം പെട്ടെന്ന് കാണിക്കണം, പെട്ടെന്ന് കാണിച്ച് മിഠായി മേടിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 4:10 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെ ചുറ്റും നിന്ന്, ബാക്കി നിങ്ങൾ പറ. ബൈബിളൊക്കെ തുറക്ക്, നമ്മൾ തുറന്നിട്ട് കാലഘട്ടങ്ങളായി. സിംഹാസനത്തിന്റെ മുൻപിൽ വീണ് എന്താ ചെയ്ത്? സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. റെവലേഷൻ 7:11. സ്തോത്രം. സകല ദൂതന്മാരും, ആ പദമൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെ മൂപ്പന്മാരുടെ ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവിണ് വീണു. ആരാ? സകല ദൂതന്മാരും. എല്ലാവരും കൂടെ പറഞ്ഞേ, ഓൾ ദി ഏഞ്ചൽസ്. സകല ദൂതന്മാരും. അതന്നെ ഈ സകല ദൂതന്മാരും എന്ന് പറയുന്നത്. ദൂതന്മാരുടെ സംഖ്യ അറിയണം പ്രിയരെ. അതാ സകല ദൂതന്മാരും എന്ന വാക്കിനകത്തുള്ളത്. ദൂതന്മാരുടെ സംഖ്യ അറിയണം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവരുടെ സംഖ്യ 1000-1000-ആയും അവരുടെ സംഖ്യ 10,000-10,000-ആയി എന്ന് വായിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചില പരിഭാഷകൾ വായിക്കുമ്പോൾ 1000 എന്ന് പറഞ്ഞാൽ 1000 times 1000 എന്ന് പറഞ്ഞാൽ എത്ര? 1000 times 1000. 1000 into 1000 എന്ന്. 1000 times 1000. സ്തോത്രം. ആരുടെയും ബൈബിൾ ഉണ്ടോ അത്? 1000 times 1000. 10,000 എന്ന് പറയുമ്പോൾ 10,000 times 10,000. 10,000 കൂടെ 10,000 കൂട്ടി നോക്കിക്കേ. 10,000 കൂടെ 10,000 എത്ര? CPA കാരും ഇല്ലയോ? 10,000 കൂടെ 10,000 എത്ര? അത് എത്രയാണോ അത്രയും ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, ഇച്ചിരൂടെ പറയാം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ രഥങ്ങൾ കോടിയാ. കോടി ഗുണം കോടി. ചുമ്മാ കൂട്ടി നോക്ക്. കോടി ഗുണം കോടി. എത്രയാണോ അത്രയും ദൂതന്മാര് സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവിണ് വീണു. ഓ, അതാ പ്രോസ്കുനിയോ. ആമേൻ. ഈ പ്രോസ്കുനിയുടെ വേറൊരു അർത്ഥമാണ് ചുംബിക്കുക എന്ന് പറയുന്നത്. ചുംബിക്കുക. അത് വാസ്തവത്തിൽ ആ ചുംബനം എന്നൊക്കെ പറയുന്നത് ഈ പ്രോസ്കുനിയോ എന്ന് പറയുന്ന ആ പദമുണ്ടല്ലോ, പ്രോസ്കുനിയോ, അത് ഈ കുവോൺ എന്ന് പറയുന്ന പദവുമായിട്ട് വളരെ ബന്ധമാണ്. കുവോൺ. ഈ കുവോൺ എന്ന് പറയുന്നത് ഈ ഡോഗ് എന്ന ആശയമാണ്. കുവോൺ. അതായത് നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഡോഗ് ഉണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് നിങ്ങൾ വീട്ടിലോട്ട് കയറി വന്നാൽ ഈ ഡോഗ് എന്തൊക്കെയാണോ കാണിക്കുന്നത് അതുപോലെ എപ്പോഴും കമന്ററികൾ ഈ പ്രോസ്കുനിയോയെ കുവോണുമായി കണക്ട് ചെയ്ത് എഴുതുന്നത്. അതായത് ഒരു നായ അതിൻ്റെ യജമാനനോട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യത്തിൽ ഇതുപോലെയാണ് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ തുടരേണ്ടതെന്നാണ് പ്രോസ്കുനിയോ പറയുന്നത്. അതാണ് വോർഷിപ്പ്. നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുക. അപ്പൊ ആ പദം പിടികിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ പ്രോസ്കുനിയോ. ഒന്നുകൂടെ പറഞ്ഞോ പ്രോസ്കുനിയോ. ഇവിടെ പറയുന്നത് സത്യനമസ്കാരികൾ എന്ന്. എന്താണ് സത്യനമസ്കാരികൾ? ആ പ്രോസ്കുനിയോ എന്ന് പറയുന്ന ആ പദത്തോട് കണക്ട് ചെയ്ത ഈ സത്യനമസ്കാരികൾ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് പ്രോസ്കുനേറ്റസ് എന്ന പദമാണ്. പ്രോസ്കുനേറ്റസ്. ഈ പ്രോസ്കുനേറ്റസ് എന്ന് പറയുമ്പോൾ പ്രോസ്കുനിയോ വർഷിപ്പാണ്. പ്രോസ്കുനേറ്റസ് എന്ന് പറയുമ്പോൾ ഈ നമസ്കാരികൾ അല്ലെങ്കിൽ സത്യാരാധനക്കാർ എന്ന് പറയാം. പ്രോസ്കുനേറ്റസ്. ഈ പ്രോസ്കുനേറ്റസ് എന്ന വാക്കിന്റെ അർത്ഥം സിൻസിയർ വോർഷിപ്പേഴ്സ് എന്ന്. എല്ലാവരും കൂടെ പറഞ്ഞേ ആരാണ്? അപ്പൊ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആരാധിക്കുന്നത്? സിൻസിയറായിട്ട്. ഒന്നുകൂടെ പറഞ്ഞേ സിൻസിയറായിട്ട്. അതാ ഈ KJVക്കകത്ത് ട്രൂ വോർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ട്രൂ വോർഷിപ്പേഴ്സ്, സിൻസിയർ വോർഷിപ്പേഴ്സ് അല്ലെങ്കിൽ ട്രൂ വോർഷിപ്പേഴ്സ്. ട്രൂ വോർഷിപ്പേഴ്സ് അല്ലെങ്കിൽ ഈ സിൻസിയർ വോർഷിപ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു 6 തെളിവുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമ്മളെ പെട്ടെന്ന് എൻ്റെ കൂടെ നിൽക്കണേ. ലൂക്ക് 1:74, ലൂക്ക് 1:74 അവിടെ വായിക്കുന്നു, ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുന്നവർ. ആ വാക്ക് കണ്ടോ? അപ്പൊ സിൻസിയർ വർഷിപ്പ് ആണെങ്കിൽ ആ വർഷിപ്പിൽ ആരാധിക്കുന്ന വർഷിപ്പർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? നീതിയിലും വിശുദ്ധിയിലും. ഒന്നുകൂടെ പറഞ്ഞേ, എങ്ങനെ ആരാധിക്കുന്നത്? ഞാനത് കണക്ട് ചെയ്ത് പറയാം. വെളുപ്പിനെ 4 മണി വരെ ഇൻസ്റ്റയിൽ മാന്തിക്കൊണ്ടിരുന്നിട്ട് 10 മണിക്കല്ലേ തുടങ്ങുന്നത്, 10:30 ആകുമ്പോ പല്ല് പോലും തേക്കാതെ ചർച്ച വന്നിരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഹലോ, 4 മണി വരെ എന്തെടുക്കായിരുന്നു? ഇൻസ്റ്റയിൽ മാന്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ആരാധന. നോ, അതല്ല പറയുന്നത്. വിശുദ്ധിയിലും നീതിയിലും. ഒന്നുകൂടെ പറ. വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കുന്നവർ, അതാണ് സിൻസിയർ വർഷിപ്പ്. ആ വർഷിപ്പിനകത്ത് വിശുദ്ധിയുണ്ട്, ആ വർഷിപ്പിനകത്ത് നീതിയുണ്ട്. അതാ പ്രോസ്കുനേറ്റസ്, സിൻസിയർ വർഷിപ്പേഴ്സ്. ഇനി ലൂക്കോസ് 2:37, ലൂക്ക് 2:37, ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ. അടുത്ത പദം, രാവും പകലും. ഒന്നുകൂടെ, എങ്ങനെ ആരാധിച്ചേ? രാവും പകലും. ഒന്നുകൂടെ, എങ്ങനെ ആരാധിക്കുന്നേ? ഒന്നുകൂടെ പറ. രാവും പകലും ആരാധിക്കുകയാണ്. ഒന്നുകൂടെ. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്ററെ പോലെയുള്ള പണിയില്ലാത്തവർക്കൊക്കെ ആരാധിക്കാൻ പറ്റും. ഏതാ? രാവും പകലും. അങ്ങനല്ല, ആർക്ക് വേണേലും ആരാധിക്കാം. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ദൈവം രാവിലെ ഹാനോക്ക് ഉണരുമ്പോഴത്തേന് വീടിന്റെ മുന്നിൽ ചെല്ലും, എന്നിട്ട് വല്യപ്പന്റെ കയ്യെ കൊച്ചുമോൻ പിടിച്ചോണ്ട് നടക്കുന്നത് പോലെ ദൈവവും ഹാനോക്കും കൂടെ ഇങ്ങനെ നടക്കും. സന്ധ്യയാകുമ്പോൾ ഹാനോക്ക് വീട്ടിലോട്ട് പോകും, ദൈവ സ്വർഗത്തിൽ. അങ്ങനെയാണെന്ന് ചിന്തിക്കല്ലേ. ലൈഫായിരുന്നത്. 300 സംവത്സരം ജീവിച്ചത്. അത് ശരിക്കും എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പൊ ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെയും ജോലിയിൽ, എനിക്കറിയാം വളരെ പ്രഷറുള്ള ജോലി ചെയ്യുന്നവരാണ് പലരും. നഴ്സിംഗ് ഹോമിൽ, മറ്റു പലയിടങ്ങളിൽ, ഓഫീസിൽ വളരെ വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്നവരുണ്ട്. എങ്കിലും രാവും പകലും ആരാധിക്കുക. ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പാട്ടുണ്ട്, ഡോക്ടർ ബ്ലസം മാമിനയുടെ പാട്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ ഒന്നുകൂടെ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ ഞായറാഴ്ചയുള്ള 3.5 മണിക്കൂറത്തെ ആരാധനയുടെ കാര്യമല്ല പറയുന്നത്. എക്സസ് 700-ൽ 900-ൽ പിടിച്ച് ഫ്ലൂട്ടും ഊതി ഡ്രമ്മും വായിച്ച് ഗിറ്റാറും വായിച്ച്, സ്തോത്രം, നല്ല സൗണ്ട് സിസ്റ്റത്തിനകത്തൂടെ ഒരു പാട്ട് വരുമ്പോ അതാണ് എൻ്റെ ആരാധന എന്നല്ല, ജീവിതമാണ് ആരാധന. ആരാധിക്കാൻ ചർച്ചിൽ വരുമ്പോ ആരാധിക്കുന്നല്ല, ജീവിതമാണ് ആരാധന. ഒന്നുകൂടെ പാടി നോക്കി. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. ഒന്നുകൂടെ പാടിക്കേ. എൻ്റെ ജീവിതമാണ് എൻ്റെ, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന,
ഞാൻ യേശുവിനാലയമാ. ഒന്നൂടെ എന്റെ ഓ എന്റെ ജീവിതമാണെന്റെ ഞാൻ യേശുവിനായത്. നമ്മുടെ ജീവിതം കൊണ്ട് ആരാധിക്കുക. ഇന്ന് പകൽ എത്ര പേര് പറയും ഞാൻ ചർച്ച വരുമ്പോ മാത്രമല്ല എന്റെ ജീവിതം കൊണ്ട് ആരാധിക്കും? അങ്ങനെ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളാണ് ട്രൂ വർഷിപ്പർ. ഓ ഓ ഓ ഓ ഓ ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവ് എന്റെ ജീവിതം മുഴുവൻ ഒരു ആരാധനയായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണം. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ചർച്ച വരുമ്പോൾ മാത്രമല്ല, പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമല്ല, എൻ്റെ ലൈഫ് മുഴുവൻ ആരാധിക്കത്തക്ക വിധത്തിൽ എനിക്ക് അങ്ങനെ ഒരു വെളിപ്പാട് തരണം. നന്ദി കർത്താവേ. അപ്പൊ രാവും പകലും ആരാധന ചെയ്തു പോന്നു. അതാ ട്രൂ വർഷിപ്പർ. ആക്ട്സ് 26:7 വരുമ്പോൾ രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്നു. എങ്ങനെ ആരാധിക്കുന്നേ? രാപ്പകൽ. ആര്? നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട്. ഒന്നൂടെ എങ്ങനെ ആരാധിച്ചത്? ഒന്നൂടെ എങ്ങനെ ആരാധിച്ചത്? രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചു. അതാണ് ട്രൂ വർഷിപ്പ്. അപ്പൊ ആരാധിക്കുമ്പോ എങ്ങനെ ആരാധിക്കണം? പറഞ്ഞോ. ശ്രദ്ധയോടെ. ഒന്നുകൂടെ പറഞ്ഞേ, പറ. അത് ആ വാക്ക് അവിടെ നിൽക്കട്ടെ. ഞാൻ പുറകാലെ അല്പം കൂടെ അതിനെ ഒന്ന് തൊടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ശ്രദ്ധയോടെ ആരാധിക്കുക. 2 തിമോഥെയോസ് 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്നു. 2 തിമോത്തി 1:4 നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുക. അവിടെ പോൾ ഒരു വാക്ക് ചേർത്ത് പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ ആരാധിക്കുന്നത്? പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുക. അതാണ് ട്രൂ വർഷിപ്പ്. ഹീബ്രു 9:14 വരുമ്പോൾ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി ആരാധിക്കുക. ഇതാണ് ട്രൂ വർഷിപ്പ്. ഹല്ലേലൂയ. ഇതല്ലാത്ത ആരാധനയുണ്ട് കേട്ടോ. ഇതല്ലാത്ത ആരാധനയുണ്ട്. ഞാനതിന് തെളിവ് തരാം. ഐസയ്യ 29:13 ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. അവര് വരുമ്പോ വായിൽ എന്നാണ്ട്? പാട്ടുണ്ട്. അടുത്തു വന്ന് അതരം കൊണ്ട് ബഹുമാനിക്കുന്നു. ഒന്ന് പാടിയൊരു പാട്ട് എന്ന് പറഞ്ഞ് ഓഫറിങ്ങിന് പാടിയ തമ്പേറിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം. നമ്മൾ വലിയ പാട്ടാണ്. ഈ അടുത്തു വന്ന അതരം കൊണ്ട് ബഹുമാനിക്കുക, ഹൃദയമില്ല. നിങ്ങൾ ഈ പണ്ട് പഠിച്ച ഒരു കവിതയുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? മൂളുന്ന വണ്ടേ മുരളുന്ന വണ്ടേ താമരച്ചോലയിൽ. ആരാ പറഞ്ഞത്? ഒരു 15 വർഷത്തിനുള്ളിൽ ഈ കവിത പറഞ്ഞായിരുന്നു. ഇന്നലെ പറഞ്ഞായിരുന്നു. പറഞ്ഞോ? പറഞ്ഞില്ല. അതെന്നോ പഠിച്ചതാ. ഈ സാധനം ഇങ്ങനെ മനസ്സിലിരിക്കുക. അപ്പൊ മൂളുന്ന വണ്ടേ മുരുളുന്ന വണ്ടേ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ അകത്ത് കയറി വരും, താമരച്ചോലയിൽ തേനുണ്ടോ വണ്ടേ. അത് നമ്മൾ മനപ്പാടമാക്കി വെച്ചിരിക്കുന്നതാ. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും,
അത് പാടിയാൽ നമുക്ക് അടുത്തത് ഓട്ടോമാറ്റിക്കലി വരും. തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. ഇത് പാടുമ്പോ ഈ കറങ്ങുന്ന ഒരു ക്യാമറ ഉണ്ടല്ലോ, എൻ്റെ പേരെന്തോ, അല്ലല്ല അതല്ല, ഈ മറ്റേ അവിടെ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെബ് ക്യാം പോലുള്ള CCTV അല്ലെന്ന്, ഈ ലൈവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് PTC. PTC ക്യാമറ കറങ്ങുന്നത് പോലെയാണ് ചിലര് ആരാധനയ്ക്കകത്ത് നിന്ന് കറങ്ങുന്നത്. കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ വായി കൊണ്ട് പാടുക, ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തും, തൻ സ്തുതി എപ്പോഴും എൻ്റെ. അപ്പം നമ്മൾ അന്നേരം ഡോറിൽ ആരാ നിൽക്കുന്നത്, ആരാ കയറി വരുന്നത്, ആരാ ഇറങ്ങിപ്പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, ഇന്ന് ഹോട്ടലിലാണോ വീട്ടിലാണോ? നമ്മൾ വലിയ പാട്ടാണ്. എൻ്റെ ഉള്ളം യാഹിൽ, ചുമ്മാ പറയുക, വായിക്കൂടെ പാട്ട് വരുന്നേ ഉള്ളൂ, ഹൃദയമില്ല. ഹൃദയത്തിൽ വേറെ പലതുവാ. ഇന്ന് ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്, 1:30 നിർത്തത്തുള്ളായിരിക്കും. വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി മീൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ. എന്നിട്ട് വേണം ഇനിയിപ്പോൾ എപ്പോൾ കഴിക്കാൻ പറ്റുമോ, ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങുകയും വേണം. നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ സാധനം എല്ലാം അകത്തോടെ പോകുന്നു. കർത്താവ് പറയുക, ഈ ജനം, നിങ്ങൾ ശ്രദ്ധിച്ചേ, ട്രൂ വോർഷിപ്പിന് നേരെ ഓപ്പോസിറ്റാണിത്. ഈ ജനം അടുത്തു വന്ന അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്ന് അകറ്റി വെച്ചിരിക്കുന്നു. പാട്ടുണ്ട്, പക്ഷെ ഹൃദയമില്ല. എന്റെ ചോദ്യം, ഹൃദയം കൊണ്ട് ആരാധിച്ചിട്ട് എത്ര നാളായി? ഒന്നൂടെ, ഹൃദയം കൊണ്ട് ആരാധിച്ചിട്ട് എത്ര കാലമായി? കൊയർ നിന്ന് പാടുക, ഹൃദയം കൊണ്ട് ആരാധിച്ചിട്ട് എത്ര കാലമായി? ഞാൻ ഈ കൊയറിനോട് നോർമലി സംസാരിക്കാറുണ്ട്. കൊയർ മാത്രമായിട്ടൊരു ടോക്ക് നോർമലി ചെയ്യാറുണ്ട്. അത് ഞാൻ നോർമലി കൊയറിനോട് പറയുന്നത്, ഇത് പെർഫോമൻസ് അല്ല. ഇത് പെർഫോമൻസ് വരുമ്പോഴാ എൻ്റെ ശബ്ദം കേട്ടില്ല, എൻ്റെ ശബ്ദം കേട്ടില്ല. നിങ്ങളുടെ ശബ്ദം സ്പെസിഫിക് ആയിട്ട് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ പാട്ടിനെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളൊരു ആൽബം ശ്രദ്ധിച്ചേ, പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പാടുന്ന ആൽബംസ് ആണല്ലോ കൂടുതൽ. അതിലെ മെയിൻ ലീഡിങ് സിംഗറിന്റെ വോയിസേ കേൾക്കാൻ പറ്റൂ. ബാക്കി എല്ലാവരും പാടുന്നുണ്ട്, പക്ഷേ അത് പിന്നില. എപ്പോഴും അങ്ങനെയാണ്. ഈ ചർച്ച് കൊയറിന്റെ ഒരു പ്രത്യേകത, മക്കളെ പിണങ്ങല്ലേ, പാടുന്ന ഒരു പിണങ്ങല്ലേ, ചർച്ച് കൊയറിന്റെ ഒരു പ്രത്യേകത. ഞാൻ 25 വർഷമായി ചർച്ച് മിനിസ്ട്രി തുടങ്ങിയിട്ട്. സ്തോത്രം. ഇവിടെ സൂസൻ്റെയൊക്കെ വിവാഹം നടക്കുമ്പോൾ ഞാൻ ആ ചർച്ചിലെ പാസ്റ്ററാണ്. ആമേൻ. അപ്പം ഈ ഒത്തിരി കാലമായി ഈ ചർച്ച് മിനിസ്ട്രി തുടങ്ങിയിട്ടേ. ഈ ചർച്ചിലെ കൊയർ എന്നൊക്കെ പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റാ. സത്യമായിട്ടും അതൊരു അഡ്ജസ്റ്റ്മെന്റ്, അല്ലാതെ എല്ലാം അങ്ങ് ശ്രുതിക്കനുസരിച്ച് പാടുന്നവരൊന്നുമല്ല. ചിലതൊക്കെ മൈക്ക് എടുത്താൽ പിച്ചൗട്ടേ പാടത്തുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ഈ പിച്ചൗട്ടാണ് പാടുന്നതെങ്കിൽ കൊയർ കയറാതിരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പിച്ച് പാടാൻ പഠിക്കണം. മിണ്ടുന്നില്ല. അത് എന്താന്ന് ഞാൻ പുറകാലെ പറഞ്ഞുതരാം. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പുറകാലെ പറഞ്ഞുതരാം. അപ്പം ചർച്ചിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊയറാ പലപ്പോഴും. ഇവിടെ അങ്ങനെയല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല, എല്ലാവരും പാടുന്നവര്. ഞാൻ പറയൂ, ഈ കോമൺ ചർച്ചിന്റെ രീതി പറയും, അഡ്ജസ്റ്റ്മെന്റാ. അതായത് എൻ്റെ കൊച്ചിനെ പാടിച്ചാൽ എന്താ, അമ്മച്ചയ്ക്ക് തോന്നി എൻ്റെ മോൻ നല്ല പാട്ടാ, അമ്മച്ചയ്ക്ക് അങ്ങ് തോന്നുക എൻ്റെ മോൻ നല്ല പാട്ടാ. അപ്പോൾ റെക്കമെൻഡ് ചെയ്യിക്കും, നിങ്ങളുടെ മോൻ നല്ല പാട്ടാന്നൊന്ന് പറ പാസ്റ്ററോട്. ഉദാഹരണമാണ്, എന്നോട് പിണങ്ങല്ല കേട്ടോ, സ്തോത്രം, ഞാൻ സത്യം പറയുക. അപ്പം ഈ പ്രഷർ കാരണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. പക്ഷെ ഇവന് താളവും ഇല്ല മേളവും ഇല്ല. ഈ ഓഫിന് പാടുന്നവരുണ്ട്. ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ബീറ്റിന്റെ ഇടയിൽ, ഈ ഒരു ബാർ എന്ന് പറയുന്നത് 4 ബീറ്റാ, ഇതിന്റെ ഇടയ്ക്കേറി പാടിക്കളയും. ഈ ചിലര് താളം തെറ്റിക്കുന്നതിൽ PhD ഉള്ളവരാ. അവര് കൈയടിക്കുന്നത് കാണുമ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ഒപ്പിക്കുമെന്ന് നമുക്കറിയത്തില്ല. വളരെ തന്ത്രപരമായിട്ട് ആ ബീറ്റിന്റെ ഇടയ്ക്കേറി കൈയടിച്ചു കളയും. അങ്ങനെയാ അവര് അതിനകത്ത് ഭയങ്കര PhD ഉള്ളവരാ. ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഇങ്ങനെയുള്ളവർ കൊയറ് വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റാ.
സ്തോത്രം. ചിലപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അത് ചർച്ചിന്റെ അതിനെ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് വിളിക്കാം. സ്തോത്രം. ചർച്ചിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ളവരുടെയും കൂടെ വോയിസ് പുറത്ത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ലൈവിൽ ഇരിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം. സ്തോത്രം. ലൈവിൽ കൂടി ഇത് പോവല്ലേ നീ? നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് വർഷിപ്പ് പെർഫോമൻസ് അല്ല. ഇത് പെർഫോമൻസ് എന്ന് തോന്നുമ്പോഴാ എന്റെ വോയിസ് എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അല്ലെങ്കിൽ ആരാധന എന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ. ഇത് ഭംഗിയായി കേൾക്കണം. മക്കളെ, ഞാൻ പറയും സംഗീത ശുശ്രൂഷ എന്നാ ബൈബിൾ പറയുന്നത്. 5 ഇടത്ത് ഇതിനെ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതിനെ ശുശ്രൂഷയായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഗുണം എന്താന്ന് ഞാൻ പുറകാലം പറയാം. പാടുന്ന എല്ലാവരും കേട്ടോണം, സ്റ്റേജിൽ കയറി പാടുന്ന എല്ലാവരും കേട്ടോണം. നന്നായിട്ട് ഇതിനെ ശുശ്രൂഷയായിട്ട് പരിഗണിച്ചാൽ, അതുകൊണ്ട് ശനിയാഴ്ച രാത്രി ഇൻസ്റ്റയിൽ മാന്തിട്ട് ഞായറാഴ്ച ഇത് എടുത്തോണ്ട് ഇങ്ങോട്ട് വരരുത്, പ്രാർത്ഥിച്ചിട്ട് വരണം. കാരണം ഇത് മിനിസ്ട്രിയാ. സാനിപ്പാസ്റ്റർ ഇവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അത് ശുശ്രൂഷയെന്ന് നമ്മൾ പറയുന്നത് പോലെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് മിനിസ്ട്രിയാണ്. ഒരാമേൻ പറഞ്ഞു. അപ്പം പാടുന്നവരായാലും കൂടെ പാടുന്നവരായാലും അതരത്തിൽ നിന്നല്ല പാട്ട് വരേണ്ടത്, ഹൃദയത്തിൽ നിന്ന്. ആമേൻ. ഹൃദയത്തിൽ നിന്ന് പാട്ട് വരണം. അത് കർത്താവ് മത്തായി സുവിശേഷത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്യു 15:7, 8 and 9. അവിടെ 15:7 നോക്കിക്കേ. കപടഭക്തിക്കാരെ കുറിച്ച് യെശയ്യാവ് പറയുന്നെന്നും പറഞ്ഞ കർത്താവ് പറയുന്നത്. വേഴ്സ് 8. ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അടുത്ത വാക്കുണ്ടോ? മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ, എല്ലാവരും കൂടെ ചേർന്ന് പറ, എന്നെ ഒന്നുകൂടെ, എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, എന്നെ. അച്ഛാ, അതിൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ. ക്ലാസ്സിൽ പോവുകയും ചെയ്തു, അറ്റൻഡൻസ് കിട്ടിയില്ല. മനസ്സിലായോ? ക്ലാസ്സിൽ പോയോ? ക്ലാസ്സിൽ പോയി, പക്ഷെ അറ്റൻഡൻസ് കിട്ടിയോ? അതുപോലെയാ. ചർച്ചിൽ പോയോ? പോയി, പക്ഷെ ദൈവം സ്വീകരിച്ചോ? ഇല്ല. കാരണം വ്യർത്ഥമായി ഭജിക്കുക, ചുമ്മാ ആരാധിക്കുക, ചുമ്മാ പാട്ട് പാടുന്നതേ ഉള്ളൂ. അയ്യോ, എത്ര അറ്റൻഡൻസ് പോയി പ്രിയരെ. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്നോട് പിണക്കം തോന്നുന്നുണ്ടോ? വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചു വിടരുത്. അഴിച്ചു വിട്ട എൻ്റെ വണ്ടിയുടെ പാവം പിടിച്ചവൻ്റെ വണ്ടി. സ്വോത്രം. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ പ്രൊജക്ടറിനെ ഞാൻ സ്വോത്രം ചെയ്യുന്നു. ഇല്ലായിരുന്നെ കറങ്ങിപ്പോയേനെ. ഇതെല്ലാം പറഞ്ഞു പിടിപ്പിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ്. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ വ്യർത്ഥമായിട്ട് ഭജിക്കുക. നീ ചുമ്മാ ഒച്ച ഉണ്ടാക്കുന്നതല്ല എനിക്ക് വേണ്ടുന്നത്. നിന്റെ ഹൃദയം കൊണ്ട് നീ പാടണം, ഹൃദയം കൊണ്ട് ആരാധിക്കണം. അതരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ആരാധിക്കണം. ഇവിടെ വന്ന് ക്യാമറയുടെ പരിപാടിയൊന്നും വേണ്ട. അത് ചെയ്യേണ്ട ആളുകളുണ്ട്, അവര് ചെയ്തോളും. നാം ഇവിടെ വന്നത് ആരാധിക്കാനാണ്. കേൾക്കുന്നുണ്ടെങ്കിലോ രാമൻ പറഞ്ഞാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി. ഹൃദയം കൊണ്ട് ആരാധിക്കണം. ഹൃദയമില്ലാത്ത ആരാധനകളെല്ലാം വ്യർത്ഥമായ ആരാധനകളാണ്. ഞാൻ പറയാം, ആരാധനയുടെ ക്ലൈമറ്റ് മാറാൻ പോവാ. നിങ്ങൾ ഈ മെസ്സേജ് മറക്കരുത്. നിങ്ങൾ ആരാധിക്കുകയാണ്, ഹൃദയം കൊണ്ട് ആരാധിക്കണം. അതിന് ഏറ്റവും നല്ല ഒരു മാർഗം ഞാൻ പറയാം, കണ്ണങ്ങ് അടച്ചു പിടിക്കുക എന്നുള്ളതാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടില്ല. കണ്ണടച്ച് ആരാധിക്കാനും ഒരിടത്തും എഴുതിയിട്ടില്ല. പിന്നെ എന്തിനാ കണ്ണടയ്ക്കുന്നത്? കണ്ണ് തുറന്നിരിക്കുമ്പോഴല്ലേ കാണണ്ടാത്തതൊക്കെ കാണുന്നേ. ചെറുക്കൻ എഴുന്നേറ്റ് പോകുന്നതും ബഹളം ഉണ്ടാക്കുന്നതും കണ്ണ് തുറന്നിരുന്നുകൊണ്ടല്ലേ കണ്ടത്. അതുകൊണ്ടല്ലേ നമുക്ക് കോപം ഉണ്ടായത് ആരാധിക്കാൻ വന്നപ്പോ. നമ്മളങ്ങ് കണ്ണടച്ചു പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ.
വ്യർത്ഥമായിട്ട് ആരാധിക്കുകയല്ല, ഹൃദയം തുറന്ന് ആരാധിക്കുകയാ. ഒന്നുകൂടെ ഞാൻ പറയാം, ഭയങ്കര ഇന്റിമസിക്കകത്ത് ആരാധിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, എങ്ങനെ? പറഞ്ഞോ എങ്ങനെ ആരാധിക്കണം? പറഞ്ഞോ. ഇന്റിമസിയിൽ ആരാധിക്കണം. കർത്താവുമായിട്ടുള്ള ഭയങ്കര ആഴമായ ബന്ധത്തിനകത്ത് ആരാധിക്കണം. നിങ്ങൾ ഈ ഭാഗം ഞാൻ പറയുമ്പം ഈ പ്രയറിനെ കുറിച്ച് ഒരു വാക്യം ഞാൻ പറയും. മത്തായി സുവിശേഷം മാത്യു 6:6. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഫോണും കൊണ്ടേ കയറത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഫോണും കൊണ്ടാണ് കയറുന്നത്. സ്തോത്രം. ഫോൺ ഇങ്ങനെ ബൈബിളിൻ്റെ പുറത്ത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ബൈബിളിനല്ലല്ലോ വില ഏതിന്? ഫോണിന്. ഇപ്പം കയ്യിലിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സാധനം 17 Pro Max താഴെ വെക്കാൻ പറ്റുമോ? സ്തോത്രം. ബൈബിളിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ഈ സാധനം കൊണ്ടാണ് കയറുന്നത്. അപ്പോൾ സ്തോത്രം. അപ്പോഴാണ് ബെല്ലടിക്കുന്നത്. മോനെ എന്തുണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഖം, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ, പിന്നെയും വെക്കും. അപ്പോഴാ അടുത്ത കോള് വരുന്നത്. അപ്പോഴും നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പിന്നെ ഫോൺ എടുക്കും. മോനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാടാ, ഇതെടുക്കാതിരിക്കണ്ടേ? നിങ്ങളെന്തിനാ ഈ ഫോണും കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നേ? എന്തിനാ ഈ ഫോണും കൊണ്ട് പ്രാർത്ഥിക്കാൻ കയറുന്നേ? ബൈബിൾ എന്നാ പറയുന്നത് നോക്ക്. ബൈബിൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്. അത് വേറെ ചില പരിഭാഷകൾ എഴുതിയിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ബട്ട് whenever you pray, go into an innermost chamber and be alone with the Father God. എവിടെ പോകണം? ആ ഇന്നർമോസ്റ്റ് ചേംബറിൽ പോകണം. സ്തോത്രം. അത് ദ പാഷൻ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിച്ചത് കേട്ടോ. TPT, ദ പാഷൻ ട്രാൻസ്ലേഷൻ. But whenever you pray, go into your innermost chamber and be alone with the Father God. ദൈവവുമായിട്ട് തനിച്ചിരിക്കുക. ഇതാണ് പ്രാർത്ഥന. ആ ഡോർ അടയ്ക്കുമ്പോൾ ബാക്കി കണക്ഷൻ എല്ലാം കട്ടായി. അതാ പറയുന്നത്, ഫോണും കട്ടാകണം. ഡോറ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് വീട്ടിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ നമ്മളെ അലോസരപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ ഫോണും ഡോറിന് പുറത്തായിരിക്കണം. കമോൺ. കുടുംബ പ്രാർത്ഥന കർത്താവിന് ഭയങ്കര ഇഷ്ടമാ. അതിനേക്കാൾ ഇഷ്ടമാ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതാ ഇവിടെ വായിക്കുന്നത്, and be alone with the Father God. കർത്താവിനോട് തനിച്ചിരിക്കുക. ജീസസ്. ഇതുപോലെ തന്നെയാണ് സിൻസിയർ വോർഷിപ്പ് എന്ന് പറയുന്നത്. അധരം കൊണ്ടുള്ള ജൽപ്പനമല്ല, ഹൃദയം കൊണ്ടുള്ള ആരാധന. അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹൃദയം കൊണ്ട് ആരാധിക്കണം. അങ്ങനെ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. എങ്ങനെ ആരാധിക്കേണ്ടത്? ഹൃദയം കൊണ്ട് ആരാധിക്കണം. വാ തുറന്ന് പറ, എങ്ങനെ ആരാധിക്കണം? ഹൃദയം കൊണ്ട് ആരാധിക്കണം. ഉച്ചത്തിലൊന്ന് സ്തോത്രം ചെയ്തോ. എങ്ങനെ ആരാധിക്കണം? ഹൃദയം കൊണ്ട് ആരാധിക്കണം. ഒരു 30 സെക്കൻഡ് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, 30 സെക്കൻഡ് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, എനിക്ക് ഹൃദയം കൊണ്ട് ആരാധിക്കുവാനുള്ള കരുത്ത് തരണം. വാ തുറന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഞാൻ ഇനി ആരാധിക്കുവാണെങ്കിൽ എനിക്ക് ഹൃദയം കൊണ്ട് ആരാധിക്കണം. ആ ഇന്റിമസിക്കകത്ത് കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. പഠിക്ക. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ.
വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാൻ. പാടിക്ക ഒരുമിച്ച്. വൈകിടുമോ പ്രിയനേ വരാ. ഹൃദയത്തിൽ വൈകിടുമോ എന്നെ ചേർപ്പാൻ. ഓ ആരാധന. പാടിക്ക ആരാധന. ഹൃദയത്തിൽ ഹൃദയമുള്ള ആരാധന വരട്ടെ. കണ്ണടച്ച് ഹൃദയത്തിൽ നിന്നൊന്ന് ആടിക്കും. ആരാധന. ഇതാ ദൈവപ്രസാദം. ആരാധന. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്, താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. ഒന്നുകൂടെ പാടിക്കുകയോ. ഓ താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. ഓ കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. വൈകിടുമോ വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാനോ, വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാനോ. ഓ ആരാധന. യെസ് ലോർഡ്. പറഞ്ഞേ, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ. ആരാധന അങ്ങേക്കാരാ. ഓ ആരാധന. യെസ് യെസ് ആരാധന. ഓ ആരാധന അങ്ങേക്കാ. ഒന്നുകൂടെ പാടിയ, ഒന്നുകൂടെ പാടിയ. ഓ ആരാധന. യെസ് യെസ് ആരാധന അങ്ങേക്കാരാധന. ഒരു വിടുതലുടെയും ദൂത് പറഞ്ഞില്ലല്ലോ. എന്താ ഇവിടെ ഇരിക്കുന്ന പലരുടെയും കണ്ണുകൾ നിറയുന്നത്? ഇന്റിമസിയുടെ പ്രത്യേകത അതാ. നമ്മളെ ആരോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുക, വിടുതലിന്റെ ദൂത് കേട്ടാലേ ആളുകൾ ചലിക്കത്തുള്ളത്. അങ്ങനല്ല. നമ്മൾ ആ ഇന്റിമസിക്കകത്തേക്ക് വരുമ്പോ അവൻ വഴിയിൽ വെച്ച് തിരുവഴുത്തുകളെ തെളിയിച്ചു കൊണ്ടിരുന്നപ്പോ നമ്മുടെ ഉള്ളം നമ്മിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? ഉള്ളത്തിന് തീ പിടിക്കുമ്പോ, നമ്മളെ ഇന്റിമസിക്കകത്തേക്ക് കയറുമ്പോ കണ്ണു നിറയും, നമ്മൾ വിതുമ്പും, നമ്മളെ ഏങ്ങലടിക്കും. ഒരു ആരാധനയ്ക്കകത്ത് നിന്നിട്ടും ഇതുവരെയും ആ കണ്ണൊന്നും നിറഞ്ഞിട്ടില്ലെങ്കിൽ ആരാധന മുഴുവൻ അധരത്തിൽ നിന്നായിരുന്നു, ഹൃദയമില്ലായിരുന്നു. നമ്മൾ മറ്റു പലതിനകത്തും ബിസിയായിരുന്നു. കർത്താവ് പറഞ്ഞു, വ്യർത്ഥമായിട്ട് ഭജിച്ചതാ. നിന്റെ ആരാധനയ്ക്കകത്ത് കഴമ്പുണ്ടാകാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? നീ ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിയുമ്പോഴാ.
ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, അവിടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങും കേട്ടോ. ആരാധനയ്ക്കകത്തെ കാര്യങ്ങൾ മാറുന്നത്, ആരാധനയ്ക്കകത്തെ കാര്യങ്ങൾ മാറും. സറാഫുകൾ ആരാധിക്കുക, സറാഫുകൾ ആരാധിക്കുക. ഹോളി ഹോളി ഹോളി. അവരങ്ങനെ ആർക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങാൻ തുടങ്ങി. വർഷിപ്പിനകത്ത് ചലനമുണ്ട്. ആലയം പുക കൊണ്ട് നിറയാൻ തുടങ്ങി. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരുത്തൻ നിലവിളിച്ചു പറയുക, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ കണ്ടുവല്ലോ. ചിലപ്പോൾ പ്രസംഗത്തിൽ നടക്കാത്തത് ഹൃദയമുള്ള ആരാധനകളുടെ അകത്ത് നടക്കും കേട്ടോ. ഒരു വാക്കും പ്രസംഗിക്കാതെ മടങ്ങിവരവുകൾ ഉണ്ടാകും, റെസ്റ്റോറേഷൻ സംഭവിക്കും, യഥാസ്ഥാപനങ്ങൾ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് പറ, എനിക്ക് കരഞ്ഞ് ആരാധിക്കാൻ കൃപ തരണം. ദൈവ സാന്നിധ്യമേ ഹോളിനകത്ത് ചലിക്കട്ടെ, ആത്മശക്തി ഹോളിനകത്ത് ചലിക്കട്ടെ. ചിലരുടെ ജീവിതം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ചേഞ്ച് ആകട്ടെ. ഓ, ചില ബ്ലോക്കുകൾ പൊട്ടിമാറട്ടെ, ഗ്ലോറി റിവീൽ ആകട്ടെ, ഷെഖേന ചലിക്കട്ടെ. മഹത്വത്തിന്റെ ചലനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ റിവീൽ ആകട്ടെ. In the name of Jesus. Artanarab tunarab tunarab tanarab tanarab tunarab tanarab 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 tunarab tanarab artanarab tanarab tunarab tanarab tunarab 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 tanarab tanarab artanarab tanarab tanarab artanarab tunarab tunarab tanarab 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 artanarab tunarab tanarab tanarab tunarab tanarab tanarab amdarab tunarab tunarab tanarab 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 to artanarab tanarab tunarab tanarab 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 artabarab tunavaidavaram tunarab dalaram tunarab te artagarab tanarab tunarab tunarab tanarab 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 artanarab tanarab tunarab tanarab tanavaidavaram tanarab artanarab tanarab tunarab tunarab tanarab 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 artanarab tanarab tunarab tunarab tanarab dalaram to artabaram tunavaidavaram tanarab thorigadaram te artanarab tunarab dalavaidavaram tanarab artanarab tanarab daljagaram dal kamanagaradala artanarab tunarab dal kamanagaradala. ചില ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. നീങ്ങത്തില്ല എന്ന് പറയുന്നത് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ചില പർവ്വതങ്ങൾ പോലെയുള്ള ചിലത് സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. തീ പിടിക്കുന്നത് പോലെ ചില ശരീരങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപാരം തീ പിടിക്കുന്നത് പോലെ ചില വ്യക്തികളുടെ മേൽ ദൈവകൃപയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവിക സ്പർശനങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അസാധാരണമായ ദൈവിക സ്പർശനങ്ങൾ, അസാധാരണമായ നിറവുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങട്ടെ, കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങൾ തിരിയട്ടെ, സാഹചര്യങ്ങൾ തിരിയട്ടെ. ദൈവ സാന്നിധ്യം ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ, ദൈവകൃപ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
ഇന്ന് പകലിൽ മനസ്താപവും മനോവിനയവും ഉള്ള ചിലരോടൊപ്പം കർത്താവിന്റെ മഹത്വത്തിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ആത്മശക്തിയിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാണ്. ദൈവകൃപ, ദൈവകൃപ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ. നിയോഗത്തോടെ ആരാധിച്ചാണ്. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലോക്കുകൾ പൊട്ടിമാറട്ടെ, ബ്ലോക്കുകൾ പൊട്ടിമാറട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ആരാധനയുടെ മഹത്വം, ആരാധനയുടെ നിറവ് യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ, അത് ചലിക്കട്ടെ. ദൈവശക്തിയിൽ ഒരുമിച്ച കർത്താവിനെ ആരാധിച്ചാണ്. ഇതൊരു സാധാരണ ഞായറാഴ്ചയല്ല. വെറുതെ ഈ ആരാധന അവസാനിക്കാൻ പോകുന്നില്ല, വെറുതെ ഈ ആരാധന അവസാനിക്കാൻ പോകുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളെ തിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളെ തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആ ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. ദൈവത്തിന്റെ ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങി ചില ഇടങ്ങളിൽ ചിലത് വെട്ടി മാറ്റട്ടെ. ചില തടസ്സങ്ങൾ, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്, തുറന്നവ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ വലം കൈക്ക് പിടിക്കുന്നുവെന്ന് കോരശിനോട് പറഞ്ഞതുപോലെ ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ വലം കൈയിൽ പിടിക്കട്ടെ. Jalmana sekatan